ഇന്ന് ഉച്ചയോടെയാണ് മണ്ണന്തലയിൽ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് 2ാം നിലയിലുള്ള 2B എന്ന മുറിയിൽ കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകം നടന്ന ശേഷം സഹോദരൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഈ കൊലപാതകം നടക്കുമ്പോൾ സഹോദരനൊപ്പം സുഹൃത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം ജൂൺ 14-ാം തീയതി രണ്ടുപേരെത്തുന്നു. അവർ സഹോദരനും സഹോദരിയാണെന്ന് പറയുന്നു. അവർ പോത്തൻകോട് സ്വദേശികൾ ആണ്, ഷഹീനയും ഷംഷാദും. രണ്ടുപേരും എത്തി ദന്തചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആശുപത്രിയിൽ പോകാൻ എളുപ്പം ഇവിടുന്ന് യാത്ര ചെയ്യാനാണ്. അതുകൊണ്ട് അവരുടെ ആധാർ രേഖകൾ നൽകി ഇവിടെ മുറിയെടുക്കുന്നു. മുറിയെടുത്ത ശേഷം ഇവർ ആശുപത്രിയിൽ പോയിരുന്നു. ആദ്യം ഒരു ദിവസത്തേക്കാണ് മുറിയെടുത്തത്. പിന്നീട് 24-ാം തീയതി വരെ തങ്ങൾക്ക് മുറി വേണമെന്ന് പറയുന്നു. ഈ സ്ത്രീ സുഖമില്ലാതെ താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആംബുലൻസ് വന്നു, പോലീസ് വന്നു. അമ്മലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ട്രീറ്റ്മെൻറ്റാണ്, നമുക്ക് സംശയിക്കാനൊന്നുമില്ല. ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനകത്ത് സംശയിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ഇനി ഇല്ല. അവർ വളരെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആങ്ങളെ ഇല്ല. പുള്ളി ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആദ്യ ഭാഗത്ത് തന്നെ വരികയാണ്. അതായത് പോത്തൻകോട്ടുള്ളവർ PMS ദന്തൽ ആശുപത്രിയിലേക്ക് പോകാൻ എന്തിന് ഇവിടെ മുറിയെടുക്കണമെന്നുള്ള ചോദ്യമുണ്ട്. കാരണം വീട്ടിൽ നിന്ന് അവർക്ക് പോയി വരാൻ കഴിയുന്ന ദൂരത്തുള്ള ഒരു ആശുപത്രിയാണ് അവർ ഈ പറയുന്ന ആശുപത്രി, PMS ആശുപത്രി. അവിടേക്ക് പോകാൻ അവർ എന്തിന് ഇവിടെ മുറിയെടുക്കണം എന്നുള്ള ചോദ്യം ആദ്യഘട്ടം തന്നെ വരികയാണ്. മറ്റൊന്ന്, പിന്നീട് നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തെ കാര്യങ്ങളിലേക്ക് പോകാം. അതായത് ഇന്ന് ഉച്ചയോടുകൂടി ഷംഷാദിൻ്റെ സുഹൃത്ത് ഈ മുറിയിലേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും മദ്യപിക്കുന്നു. അപ്പോൾ മുറിയിൽ സഹോദരി ഷഹീനയുണ്ട്. ആ ഘട്ടത്തിലാണ് ഷഹീന മാതാപിതാക്കളെ വിളിച്ചു പറയുന്നത്, ഞാൻ സഹോദരനുമായി വലിയ തർക്കമുണ്ടായി, എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണമെന്ന് മാതാപിതാക്കളോട് പറയുന്നു. തിരിച്ച് മാതാപിതാക്കൾ 5:30 മണിക്ക് മുറിയിലേക്ക് എത്തുമ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ മകൾ ഷഹീനയെ കാണുന്നത്. ഷംഷാദ് അപ്പോൾ ആ മുറിയിൽ തന്നെ മദ്യപിച്ച് ലക്കുകെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആംബുലൻസ് സഹായമോ പോലീസിനെയോ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷംഷാദ് തന്നെ അത് വേണ്ട, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് നിലപാടെടുത്തു. അങ്ങനെ തടസ്സം നിന്നു. ആ ഘട്ടത്തിലാണ് മാതാപിതാക്കൾ റോഡിലേക്ക് ഇറങ്ങി ഓടി 108 ആംബുലൻസിൻ്റെയും ഒപ്പം കേരള പോലീസിൻ്റെ ബൈക്ക് പെട്രോളിംഗ് സംഘത്തെയും വിവരം അറിയിച്ചത്. ആ സംഘം ഇവിടെ എത്തിയാണ് ഈ മൃതദേഹം കാണുന്നത്. ആ ഘട്ടത്തിൽ തന്നെ എന്നൊരു മരണം സംഭവിച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ സഹോദരൻ ഷംഷാദ് ഞാൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലൊന്നും കൊല്ലപ്പെട്ടതായി ഷംഷാദ് അറിയുന്നില്ല. ഞാൻ തന്നെയാണ് മർദ്ദിച്ചത് എന്ന് ഷംഷാദ് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് തർക്കമായിരുന്നു എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഷംഷാദ് പറഞ്ഞത്. അതിനുശേഷം മാതാപിതാക്കൾ തന്നെ ഇതിനു മുമ്പും തർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്, ചതവിൻ്റെ പാടുകളുണ്ട്. അതായത് ഈ മരിക്കും മുൻപ് ക്രൂരമായ മർദ്ദനത്തിന് ഷഹീന ഇരയായി എന്നുള്ളത് മൃതദേഹത്തിൽ നിന്ന് തന്നെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ മുറിയിലേക്ക് എത്തുമ്പോൾ ഷംഷാദ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലീസിനെ വിളിച്ചതിന് ശേഷം മുറിയിലേക്ക് പോകുമ്പോൾ സുഹൃത്ത് വിശാഖ്, ചെമ്പഴന്തി സ്വദേശി വിശാഖ് മുറിയിലുണ്ടായിരുന്നു. ഈ വിശാഖ് ഇവിടേക്ക് എത്തുന്നത് എന്നൊരു ഉച്ചയ്ക്കാണ്. ഉച്ചയോടുകൂടി വിശാഖ് ഇവിടെ എത്തുന്നു. ആദ്യഘട്ടത്തിൽ വിശാഖ് ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും പോലീസ് എത്തുന്ന ഘട്ടത്തിൽ രണ്ടുപേരും മുറിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വരുന്നത് എന്ത് കാരണത്താലാണ് ഈ തർക്കമുണ്ടായത്, എന്ത് തർക്കമാണ്, എന്ത് കാര്യം കൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യം, ഈ കൊലപാതകത്തിൽ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് വിശാഖിന് പങ്കുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഇവർ സുഹൃത്തുക്കളാണ്. ഈ വിശാഖ് ഷംഷാദുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരുന്നത്, നിരന്തരം വരുന്ന ആളാണോ, ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള മൂന്നാമത്തെ ചോദ്യവും പോലീസിന് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ 3 ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. അല്പസമയം മുൻപാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുപോയത്. ചോദ്യം ചെയ്യൽ ഇരുവരെയും, അതായത് സഹോദരൻ ഷംഷാദിനെയും ചെമ്പഴന്തി സ്വദേശി വിശാഖിനെയും മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്ത് നിലവിൽ ചോദ്യം ചെയ്യുകയാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.